Hey, hello, welcome back to my channel. So, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഏത് ദിവസം എന്നല്ലേ? ജൂലൈ 25. അതായത് ഒരു ഫ്രൈഡേ ആണ്, വീക്കെൻഡ് ആണ് ഓഫ് കോഴ്സ്. പക്ഷെ ഇന്നത്തെ ഒരു ഡേക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഫ്രൈഡേ ആണ്, വീക്കെൻഡ് ആണ്, ബർത്ത്ഡേ ആണ്. പക്ഷെ നമ്മളിത് ലീവ് എടുത്ത് എല്ലാത്തും മാറി നമ്മുടെ ഗേൾസ് ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. സോ നമ്മുടെ ശ്രീലക്ഷ്മി US എത്തിയതിൻ്റെ ശേഷം മുതൽ നമ്മളിങ്ങനെ എന്തും പ്ലാൻ ചെയ്യുകയാണ് ഇങ്ങനെ ഒരു ഡേ. പക്ഷെ നമ്മൾ നോക്കി നമുക്ക് ഈ ഡേ വരെ എത്തി. അപ്പോൾ ഞാൻ ശ്രീലക്ഷ്മി മീര ഫ്ലവർ 4 പേർക്ക് വരാൻ നമ്മുടെ ഡേ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നമുക്ക് ഇനി വീഡിയോസിലൂടെ കാണാം. സോ വെയിറ്റ് ആൻഡ് വാച്ച്. അതുപോലെ തന്നെ നാളെ നമ്മുടെ സെന്നിയും ഷാൻവി ചേട്ടനും ലുക്കാച്ചനും അതുപോലെ തന്നെ ജോഷിയും ജോയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെറിയ കുട്ടി ട്രിപ്പൊക്കെ ആയിട്ട് അവിടെ നമ്മുടെ ഇന്നത്തെ 2 days പ്ലാൻ ചെയ്തിരിക്കണേ. സോ വെയിറ്റ് ആൻഡ് വാച്ച്, ഡോണ്ട് മിസ് ദ വീഡിയോ. ഡേ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാമല്ലോ നമ്മുടെ ബാഗ് എങ്ങനെ ഇരിക്കും എന്നുള്ളത്. സോ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇതായിട്ട് ബാഗ് കണ്ടു, ഫുള്ളി ഫിൽഡായിട്ടിരിക്കുകയാണ്. 2 days കാര്യങ്ങളാണെങ്കിലും ഇറ്റ്സ് സ്പെഷ്യൽ. സോ നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഫുൾ സെറ്റായിട്ടിരിക്കുകയാണ്. സോ ഞാൻ ജസ്റ്റ് ഓഫീസിൽ പോയിട്ട് അവിടെ നിന്ന് ഞാനും ഫ്രണ്ട് ഒരുമിച്ചിട്ടാണ് ഇറങ്ങുന്നത്. അങ്ങനെ മീരേനെയും പിക്ക് ചെയ്ത് ശ്രീലക്ഷ്മിയുടെ അടുത്തേക്ക് എത്തും. ശ്രീലക്ഷ്മി ഒരു 1 മണിയൊക്കെ ആകുമ്പോഴേക്കും റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടാവും. അങ്ങനെ അവിടെ എടുത്തിട്ടാണ് ഞങ്ങളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ട്രിപ്പ് എന്ന് പറയാൻ പറ്റുമെന്നറിയില്ല, വാട്ടെവർ. ഓക്കെ, സോ നമ്മളിപ്പോൾ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ദിസ് ഈസ് മൈ സ്റ്റേ ചെയ്യുന്ന സ്ഥലം. ഒലിവ് ഇതിങ്ങനെയാണ്. നല്ല കാറ്റൊക്കെ ഉണ്ട്, നല്ലൊരു അറ്റ്മോസ്ഫിയർ. നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും. ഇവിടെയൊക്കെ പ്രശ്നമില്ല. ഓക്കെ, സോ നമ്മൾ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാഗിന് നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഓഫീസിലെത്തിയിട്ട് ബാക്കി. ഇപ്പോൾ നമ്മളങ്ങനെ ഓഫീസിലെത്തിയിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ഓഫീസ്, IBS സോഫ്റ്റ്വെയർ. സോ ഇവിടെയാണ് ഞാനും ഫ്ലവർ വർക്ക് ചെയ്യണത്. അപ്പോൾ ഞാൻ ഇന്ന് ലീവാണ്, ബട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ഫ്ലവർ കാറായിട്ട് വന്നു. ഞാൻ ഉള്ള ഫ്ലാറ്റിൽ പോവാണ് മീരനെ പിക്ക് ചെയ്യാൻ. ഓൾറെഡി സൗത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ ഫ്ലവറിൻ്റെ ഫ്ലാറ്റിലെത്തിയത്. ഇപ്പം നോക്കുമ്പോൾ ഒരു റെഡി ആയിട്ടും കൂടി ഇല്ല, അവർ എന്നെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് വന്ദേ ഭാരതൊക്കെ കയറി അവിടുന്ന് സൗത്തിലിറങ്ങി നോർത്തിലേക്ക് മെട്രോ പിടിച്ച് അവിടെയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യണത്. ശ്രീലു അവിടെ 12:30 എത്തിയപ്പോൾ ഇവിടെ ഇവർ റെഡി ആയി കണ്ടോ, രണ്ടും റെഡി ആയിട്ടില്ല. ഫ്ലവറും സ്റ്റേഷന് പുറത്തിറങ്ങിയില്ല. ഞാൻ അവിടെ തന്നെ ഫാസ്റ്റ് ഫുഡ് സ്റ്റേഷനിൽ ഇരിക്കാം. നിങ്ങളെ തറാൻ ഞാൻ പുറത്തിറങ്ങുള്ളൂ കേട്ടോ. മഴയൊക്കെ ആണെങ്കിൽ പുറത്ത് ഉള്ളിൽ ഇരിക്കാം. ഇവരിപ്പോഴും ബോഡി ലോഷൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീലക്ഷ്മി 11:55 അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം നോക്കുമ്പോൾ ഇവിടെ 12:30 ഒരു ബോഡി ലോഷനൊക്കെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇതൊക്കെ ശ്രീലക്ഷ്മി നീ കാണണം. പറഞ്ഞില്ലേ ഫ്ലവറിന് മീരിന് ഞാൻ വെയിറ്റ് ചെയ്യണം. അത് ഇതാണ് കേട്ടോ ഉദ്ദേശിച്ചത്. ഇവർ 2 പേരും ഓരോന്നൊക്കെ ഇട്ട് മേക്കപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിൻ്റെ മെക്കാനിസം എങ്ങനെയാണ്? ശ്രീലക്ഷ്മി ചോദിച്ചാൽ ഞാൻ പറയും പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്. എന്താ ലേറ്റ് ആയി? കയ്യിലേക്കായി. അങ്ങനെ എനിക്ക് നല്ല മണമുണ്ടെന്ന് തോന്നുന്നു. ഹലോ ഗൈസ്, അപ്പോൾ ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഫ്ലവർ. അപ്പം ഇനി ശ്രീലക്ഷ്മിനെ കണ്ടിട്ട് ബാക്കി. ഹലോ ഗൈസ്, അപ്പം ഞങ്ങളുടെ ട്രിപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളെല്ലാവരും കാറിൽ കയറി ഫ്ലവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, വണ്ടി പോകാൻ വേണ്ടി തള്ളുണ്ട അവസ്ഥയാണ് ഇത് ഗൈസ്. അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് പറയുന്നല്ലേ ഗൈസ്. പറയില്ല, കാരണം ഇച്ചിരി ലേറ്റ് ആയിരിക്കുകയാണ്. ശ്രീലക്ഷ്മി അവിടെ എത്തിയിട്ടുണ്ടാവും. ശ്രീലക്ഷ്മി ഞങ്ങൾ എത്താറായിന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതെ അതെ, ഇറങ്ങുമ്പോഴേ അവിടെ കാണാൻ പാടുള്ളൂ. നിങ്ങൾ ആരോടും
പറയുന്നതൊക്കെ നമുക്കാണെങ്കിൽ ഇവിടെ ബ്ലോക്കും ഉണ്ട്, പിന്നെ ഫുൾ റൗണ്ട് ടേബിൾ എടുക്കണം. ഓക്കെ ഗൈസ്, അപ്പൊ ഇനി ശ്രീലക്ഷ്മി മീറ്റ് കറന്റ് ലൊക്കേഷൻ കറന്റ് ലൊക്കേഷൻ അയച്ചിട്ടുണ്ടോ? അയച്ചിട്ടുണ്ട്. അവിടെ നീ അവിടെ ഞങ്ങളൊരു 10 മിനിറ്റിലെത്തൂടി. ഒരു 10 മിനിറ്റിലെത്തും. നീ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് എന്നെ വേണമെങ്കിൽ ഇറങ്ങിയിട്ട് ആ പുറത്ത് ഇരിക്കാൻ സ്ഥലം ഉണ്ടാവും, അവിടേക്ക് വന്നു. വേണ്ട, നീ അവിടെ അവിടെ പിടിക്കണേ. അല്ല, നമ്മൾ അവിടേക്ക് എത്തട്ടെ. അങ്ങനെയല്ല, അപ്പുറത്തെ അതിൽ പിടിക്കും. എനിക്ക് എന്റെ ആംഗിള് അവളുടെ അപ്പൊ എന്നെ കാണില്ല. അതാണ് കാണും. ഇല്ല, ഇപ്പഴാണ് കാണുന്നത്. അപ്പൊ ഞങ്ങൾ ഇവിടെ നോർത്തില് വെയിറ്റ് ചെയ്യണം. മെട്രോന്റെ അടുത്ത് ശ്രീലക്ഷ്മി അവിടെ എത്തിയിട്ടുണ്ട്. കണ്ടു മടിയിലേക്കാരെ. ഓ തൽക്കാലം മടിക്ക് ചെന്നിട്ട് സ്ഥലമാക്കാൻ ഇങ്ങനെ വെക്കട്ടെ. ഇതിന്റെ പുറകിലേക്ക് അത് വീഴുവോ? തൽക്കാലം ഞാൻ വെക്കാം. നമുക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് അങ്ങോട്ട് ബാഗിലേക്ക് വെക്കാം. അയ്യോ അവരെ കാണില്ല, കണ്ടോ? ശ്രീലക്ഷ്മിനെ കാണില്ല. അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പൊ ഞങ്ങൾ ഫുഡിന്റെ ഡെസ്റ്റിനേഷൻ നോക്കട്ടെ. നമുക്കൊരു വെള്ളിയാഴ്ച രാത്രി കയറിയിട്ട് ശനി ഞായർ കറങ്ങി അവിടെ അടുത്ത കൊല്ലം ഞാൻ വരുമ്പോ നമുക്കത് ചെയ്യാം. ഇത് അതിനുള്ള തെളിവാണ്. വീഡിയോ ഓൾറെഡി നമ്മള് എടുത്തുവല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് നീ അപ്പാർട്ട്മെന്റ് എടുത്തുന്നാണ് അവര് പറയണത്. നീ അടുത്ത പ്രാവശ്യം വലിയ അപ്പാർട്ട്മെന്റ് എടുക്കുമ്പോ ഞാൻ അപ്പോഴേ വരുള്ളൂ. അങ്ങനെ നമ്മൾ ഫുഡ് അടിക്കുന്ന സ്പോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോ എത്തി അറേബ്യൻ പാലസ് മന്തി കഴിക്കാൻ പോവാണ്. ലഞ്ച് കഴിക്കാൻ പോവാണ്. അപ്പൊ ഇനി ലഞ്ച് കഴിക്കാം. അങ്ങനെ നമ്മൾ കലൂരുള്ള ഇഡ്ലി കഫേയുടെ അടുത്തുള്ള അറേബ്യൻ പാലസിലാണ്. അപ്പോൾ നമുക്ക് ആദ്യം സ്പേസ് അകത്ത് കിട്ടിയിരുന്നില്ല. അപ്പോൾ നമ്മൾ പുറത്താണ് ഇരുന്നത്. പിന്നെ നമുക്ക് അകത്ത് കിട്ടി. അപ്പോൾ നമ്മൾ അകത്ത് കയറിയിരുന്നു. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഒരു ഫുൾ മന്തി റൈസും പിന്നെ പെരി 2 പെരിയും പിന്നെ ഒരു ഹണി ഗ്ലീസും ഒരു സാധാ അൽഫാമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ സാധാ അൽഫാം പറഞ്ഞ് ഞാൻ കുറച്ച് എരി കുറവുണ്ടോയെന്ന് വെച്ചിട്ട്, പക്ഷേ എല്ലാത്തിനും നല്ല സ്പൈസി ആയിരുന്നു. ഭയങ്കര എരിവുണ്ടായിരുന്നു നമ്മുടെ ഈ അൽഫാമുകൾക്കൊക്കെ. പക്ഷേ മന്തി മൊത്തത്തിൽ നല്ല അപ്പൊ നമുക്ക് ആദ്യം ഒരു സൂപ്പ് കിട്ടി. എന്റെ വിശപ്പുണ്ട്. ചോറ് കിട്ടിയാണോ? ഇവരുടെ ഒരു കാര്യം. അപ്പോൾ നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്ത് പോകാൻ പോകുന്നത് ഉർവശി സ്റ്റോറാണ്. നമുക്കറിയാം എല്ലാ ലേഡീസിൻ്റെയും ഏറ്റവും ഫേവറേറ്റ് സ്പോട്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇനി അവിടെ പോയിട്ടുള്ള വിശേഷങ്ങൾ ബാക്കി കാണാം. അയ്യോ ശരി. അപ്പോൾ നമ്മുടെ ഈ ഉർവശി സ്റ്റോറിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോൺവെൻറ്റ് റോഡിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ പല വെറൈറ്റീസ് ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് ഉണ്ട്. എത്ര രൂപ കൊണ്ട് ഗസ് ചെയ്യാം? എത്ര രൂപ ഉണ്ട് ഇതിന്? എനിക്കറിയില്ല. നീ നോക്കിയില്ലേ? ഇത് ഇവിടെയാണ് ഇതുപോലെ കുറെ കളക്ഷൻസ്. ഇത് ഓൾറെഡി ശ്രീലക്ഷ്മി വാങ്ങിക്കാൻ പോവാണ്. ആൻഡ് വി ഹാവ് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ പല വെറൈറ്റീസ് ആയിട്ടുള്ള ലെങ്ത് കുറവുള്ള സിമ്പിളായിട്ടുള്ള ഹെവി ആയിട്ടുള്ള അങ്ങനെ എല്ലാ ടൈപ്പ് മാലകളും കൂടി ഉണ്ട്. എനിക്ക് ഓർമ്മ നിങ്ങളെ കൊട്ടം തെരഞ്ഞോണ്ടിരിക്കാണ് ഗൈസ്. എന്നെ പിന്നെ കുറച്ചുകൂടി വലുതും കൂടി ഇട്ട് കഴിഞ്ഞ് ഇതിന്റെ ഒപ്പം ഓൾറെഡി കണ്ട ഇവിടെ കണ്ട
അപ്പോൾ ഇതാണ് അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത ഒരു ബ്രൈഡൽ സെറ്റ്. ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഹെവി ആയിട്ട് ലുക്ക് തോന്നുന്നുണ്ടല്ലേ. ഈ മാലകളെ പറ്റിയുള്ള അഭിപ്രായം പറയൂ. ഇതിൻ്റെ ഡിസൈനും ഫിനിഷിങ്ങും എല്ലാം ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. ഭയങ്കര ഒരു ബ്രൈഡൽ ലുക്ക് ആകുമ്പോൾ ഇത്രയും നല്ലൊരു ബ്രൈഡൽ ലുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി കിട്ടുന്ന പറഞ്ഞ അടിപൊളിയാവൂല്ലേ. മീനെ കാണാനില്ല ശ്രീലക്ഷ്മി. അതെ, ശ്രീലക്ഷ്മിനെ കണ്ടുകിട്ടി ഗൈസ്. ശ്രീലക്ഷ്മിനെ കണ്ടുകിട്ടി. ഇത്രയും സാധനങ്ങൾ ശ്രീലക്ഷ്മി വാങ്ങിക്കാൻ പോകുന്നത്. ഇതിന്റെ ഒരു ഫ്ലവർ വാങ്ങിക്കുന്ന സാധനങ്ങൾ കാണിക്കും. ഞാനിതൊന്നും ഇവിടുത്തെ ഉർവശിയുടെ സ്റ്റാഫായി മാറി. അതെ, നേരത്തെ ഡ്രൈവർ, ഇപ്പൊ ഉർവശി സ്റ്റാഫ്. നമ്മളിവിടെ എത്തിയിട്ടൊരു ഏതാണ്ടൊരു 30 minutes കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ അപ്പുറത്തെ സെഷനിലേക്ക് പോകാൻ പോലും നമുക്ക് പറ്റില്ല. കാരണം അത്രയധികം കളക്ഷൻസും അത്ര ലോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറേ ഐറ്റംസ് നമ്മളിവിടെ കണ്ടു. എന്ത് വേണമെന്നാലും മലേ ഫ്ലവർ. എനിവിടെ വേസ്റ്റ് ഗ്ലാസ് മീൻ നിൽക്കുന്നു ഞാൻ. വേസ്റ്റ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ട്രൈ ചെയ്ത ഒരു ഐറ്റംസ് ആണ്. അത് തന്നെ നിറഞ്ഞു ആക്ച്വലി. ഇനിയിപ്പോൾ എല്ലാവരും മാല ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫ്ലവറിന് തോന്നിയത് ഞാനൊരു ഹെവി ഐറ്റം ട്രൈ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ശ്രമത്തിലാണ് ഇരിക്കുന്നത്. ഫ്ലവർ ഇങ്ങനത്തെ ഹെവി ആയിട്ടുള്ള ഐറ്റംസൊന്നും ഇടാറില്ല. അതിന്റെ ഒരു സന്തോഷം ഞങ്ങളെല്ലാവരും ഓരോ സെറ്റ് ട്രൈ ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും സെയിം കളർ ചേഞ്ച് ആണ്. ഞാനും ഞങ്ങൾ രണ്ടാളും ഏകദേശം ഒരുപോലത്തെയാണ്. ഞങ്ങൾ സിമ്പിളാണ്, കണ്ടിട്ട് കുറച്ച് ഹെവി ആയിട്ട് ഇതത്ര പോരാ ഗൈസ്. ഇതത്ര പോരാ, ഇത്ര പോരാ ഗൈസ്. ഇതാണ് എലഗന്റ് ആൻഡ് സിമ്പിൾ. അങ്ങനെ ഞങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് കിടക്കുകയാണ്. അവിടെ എങ്ങനെ വെച്ചാൽ കുറേ ഹെയർ ക്ലിപ്സ്, ഇയറിങ്സ്, വളകൾ, പല കളറിലുള്ള കമ്മലുകൾ, അങ്ങനെ പല ഐറ്റംസുകളും അവിടെ ഒരു സെക്ഷനിലുണ്ട്. ഇങ്ങനെ ഫ്ലവർ ആദ്യമായിട്ട് പോക്കി ക്ലിപ്പ് കണ്ടിരിക്കുകയാണ്. മെയിനായിട്ട് ശ്രീലക്ഷ്മിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കടയ്ക്ക് കയറിയെങ്കിലും ഒന്നും എടുക്കില്ല എന്ന് പറഞ്ഞ് മീരയ്ക്കാണ് ഏറ്റവും കൂടുതൽ ബില്ല് വന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കോമഡി. അതുപോലെ 15 രൂപയിൽ ഒതുക്കിയ ഞങ്ങളുടെ ഒരു കൂട്ടുകാരി ഫ്ലവറും. ഓഹ്, എനിക്ക് വയ്യ. അങ്ങനെ തന്നെ ഞങ്ങളുടെ പർച്ചേസൊക്കെ കഴിഞ്ഞു. അടുത്തൊരു ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ളൊരു കടയ്ക്ക് കയറി. ഒരു പക്ഷം ജ്യൂസിനാണ് ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ കയറി. അപ്പോൾ 4 ഫ്ലേവർ ജ്യൂസാണ് പറഞ്ഞത്. ഷമാമ്, ഓറഞ്ച്, മാംഗോ, പൈനാപ്പിൾ. അപ്പോൾ ജ്യൂസിനുള്ള കാത്തിരിപ്പായി. പിന്നീട് അങ്ങോട്ട് എല്ലാവർക്കും നടന്ന് ഭയങ്കര ടയേർഡായിരുന്നു. കാരണം 2 മണിക്കൂറോളം നമ്മൾ ഉർവശിയിൽ സ്പെൻഡ് ചെയ്തു. അങ്ങനെ വൈകാതെ നമ്മുടെ ജ്യൂസൊക്കെ വന്നു. അപ്പോൾ നമ്മുടെ അടുത്തുള്ള എന്താ വെച്ചാൽ നമ്മുടെ ഹോട്ടലിൽ പോയിട്ട് ചിക്കൻ ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ 2 മണിക്ക് ചിക്കൻ ആണെങ്കിൽ നമ്മൾ ഇതുവരെ കയറിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ അവരോട് ഇച്ചിരി ലേറ്റായിട്ട് കയറുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടുത്തത് നമ്മുടെ ഹോട്ടലിൽ വെച്ച് കാണാം. ഗേൾസ് ഹാങ് ഔട്ടിൻ്റെ ഫസ്റ്റ് സ്റ്റേ നമ്മൾ എടുത്തിരിക്കുന്നത് സിദ്ര പ്രസ്റ്റീജ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ്. സോ നമ്മൾ അവിടേക്ക് എത്തിയപ്പോൾ തന്നെ ഒരു 6 മണി കഴിഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ കാർ പാർക്കിങ്ങിലേക്കാണ് പോണത്. അത് കഴിഞ്ഞ് നമ്മളിവിടെ ചെക്ക് ഇൻ ചെയ്തിട്ട് നമുക്ക് ഇനി അടുത്ത പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് വെലോസിറ്റിയിലേക്ക് പോകലാണ്. വെലോസിറ്റി നമുക്കൊരു ഫീമെയിൽസിന് ഫ്രീ എൻട്രി ആയിട്ടുള്ള ഒരു എന്താ പറയുക DJ പാർട്ടി പോലത്തെ ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ ഫസ്റ്റ് ടൈമാണ് ഞാൻ പോകുന്നത്. ഹലോ ഗൈസ്, നമ്മുടെ സിദ്ര സ്റ്റൈലിലേക്ക് അങ്ങനെ നമ്മുടെ സ്റ്റേയിലെത്തി. ഒന്നിച്ചിരി. അപ്പം ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റേയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ ഗേൾസ് എല്ലാവരും അപ്പം ഞങ്ങളിവിടെ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് നമ്മളിവിടെ എത്തിയത്. നമ്മള് ചെക്ക് ഇൻ ചെയ്യാൻ ലേറ്റ് ആയി. ഇപ്പൊ നമ്മള് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നമ്മള് വെയിറ്റ് ചെയ്യാണ്. അതൊരു സമയം എത്ര മണി? നമ്മുടെ ഇപ്പൊ 6:10 ആയി.
എത്ര മണിക്കായിരുന്നു ചെക്ക് ഇൻ ചെയ്യേണ്ടത്? 2 മണിക്ക് ചെക്ക് ഇൻ ചെയ്യേണ്ടത് ഞങ്ങളാണ്. ഭയങ്കര പ്ലാൻഡ് ആണ് കേട്ടോ. പഞ്ച്വാലിറ്റി ഇവിടെ കൊണ്ട് ഞങ്ങൾ മനഃപൂർവ്വം ലേറ്റ് പഞ്ച്വലായ കാരണം കറക്റ്റ് 2 മണിക്ക് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ എന്നിട്ട് ഉർവശി കയറി ചായ കുടിച്ചു. ചായ അല്ല ജ്യൂസ് കുടിച്ചു. few things. നമുക്ക് ഇതിന്റെ അൺബോക്സിംഗ് വീഡിയോസ് ചെയ്യാം. വാട്ട് വി ബൗട്ട് ഫ്രം ഉർവശി. ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു ഫാമിലി സ്യൂട്ട് റൂമാണ്. 212 ആണ് ഞങ്ങളുടെ റൂം നമ്പർ. സോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു എൻവയോൺമെൻ്റ് ആണ് കേട്ടോ മൊത്തം. അതായത് കാണാനൊക്കെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ റൂം എങ്ങനെയുണ്ടെന്നും കാണാം. നൈസ് സെറ്റപ്പ് ആണ് ഗൈസ്. നമ്മള് 2 bedrooms ആണ് എടുത്തിട്ടുള്ളത്. അതെ, ഇതൊരു ഫാമിലി സ്യൂട്ട് ആണ്. അതെ, ഞങ്ങളെ തന്നെ ഒരു ഫാമിലി ആയിട്ടാണ് കണക്കാക്കുന്നത്. നമ്മളിനി അടുത്ത പാർട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ ശരിക്കുള്ള കാര്യം. ഞങ്ങളിനി ഇതിൽ പുട്ടിയിട്ട് സെറ്റായി തിരിച്ചു വരാൻ ഹലോ ഗൈസ്, അപ്പം ഞങ്ങളിപ്പോ പാർട്ടിക്ക് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ബ്ലാക്ക് ടീമാണ്. അടുത്ത ആൾ വരും. ഇനി അടുത്ത ഒരാളോട് ഉണ്ട്. ആള് ഭയങ്കര ബിസിയാണ്. ഓക്കെ, എന്തൊക്കെയോ കാണിച്ചു കൊടുക്കും. നമുക്ക് അങ്ങോട്ട് നോക്കാം. അപ്പൊ നമ്മളിപ്പോ പാർട്ടിക്ക് പോവാണ്. എല്ലി മീര ഈ ലൈറ്റ് ആണോ നിന്റെ? ഓക്കെ, ഇവിടെ എന്താ ഹലോ ഗായ്സ്, അപ്പൊ ഞങ്ങളിപ്പോ ഒരു പാർട്ടിക്ക് പോവാണ്. ശ്രീലക്ഷ്മി തന്നെ കാണാൻ. ഇതിലുള്ള യാത്ര 5 മിനിറ്റ് ആണെങ്കിലും നമ്മൾ ഒട്ടും കുറയ്ക്കണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പാട്ട് കച്ചേരിയൊക്കെ തുടങ്ങി. അപ്പോൾ പാട്ട് വെച്ചത് വന്ന പാട്ട് റാൻഡമിൽ വന്ന പാട്ട് ആടിൻ്റെ ആഴങ്ങളിലായിരുന്നു. പക്ഷേ അപ്പം എന്ത് ചെയ്യും, ഇമോഷണലി അഭിനയിച്ച് കളിക്കാന്നൊക്കെ വെച്ച് പിന്നെ അതായി ട്രെൻഡ്. അങ്ങനെ ഞങ്ങൾ വെലോസിറ്റിയിലേക്ക് എത്തി. അപ്പോൾ നമ്മൾ DJ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 10 മണിയാവും സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ഞങ്ങൾ ഡ്രാഗൺ ചിക്കൻ അങ്ങനെ കുറച്ച് ചിക്കൻ്റെ സ്റ്റാർട്ടേഴ്സ് പോലത്തെ സംഭവങ്ങൾ ഓർഡർ ചെയ്തിട്ട് അവിടെ വെയിറ്റ് ചെയ്തു. നമ്മുടെ ഈ DJക്ക് ബീറ്റ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്കത് ഇത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നമ്മൾ തന്നെ പാട്ട് പാടി തുള്ളുന്നായിരുന്നു ഉണ്ടായിരുന്നത്. സോ ഇവിടെ നമുക്ക് പാട്ടിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ എൻജോയ്മെന്റ് കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തി. എല്ലാവരും ഫ്രഷപ്പായി അങ്ങനെ കിടക്കാനുള്ള പ്ലാൻ. ദാറ്റ്സ് ഓൾ ഫോർ ഡേ 1. സോ ഇനി ബാക്കി 2 ദിവസങ്ങൾ എങ്ങനെയുണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ ആദ്യമായിട്ട് കണ്ടവർ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.